എന്തോറ്റി നിങ്ങൾ സിംഗിൾ ആയിട്ടൊന്ന് വണ്ടി കയറ്റി നോക്കി. സിംഗിൾ ആയിട്ടൊന്ന് വണ്ടി കയറിട്ട് നോക്കി. ഓ നിങ്ങൾ എന്തായാലും സിംഗിൾ കയറി. ഡബിൾ വെച്ചിട്ട് ഈ കുത്തനുള്ള കയറ്റം വണ്ടി കയറിയിട്ടില്ല. ഇനി മൂപ്പര് സിംഗിൾ ആയിട്ട് വരാൻ പോവാണ്. കാരണം ഏറ്റവും വലിയ ടോപ്പ് കയറ്റമാണ് ഈ ഒരു കയറ്റം. കാരണം അധികം വണ്ടി ഞാൻ ഇവിടുന്ന് റിവ്യൂ ചെയ്തിട്ടുള്ളത്. പുള്ളി ഒറ്റയ്ക്ക് വരട്ടെ, അപ്പോൾ നോക്കാം കയറോ ഇല്ലയെന്ന്. ഹലോ ഫ്രണ്ട്സ്, ഹെൽത്തോ ബ്രാവോ. ഏകദേശം 4 മാസം മുമ്പ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 2762 കിലോമീറ്റർ ഓടിയ ഒരു വണ്ടി. എന്തൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ എന്തൊക്കെ ഹൈലൈറ്റ് ഉണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാർ എൽദോ ബ്രാവോൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിക്കുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് റിവ്യൂ ചോദിച്ചിട്ട്, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മളൊരു കസ്റ്റമർ ഉണ്ട്. കസ്റ്റമറോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ പേര് മുഖ്താർ. വെൽക്കം ബാക്ക് ട്രാവൽ കിങ്. ഇലക്ട്രിക് സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. ഹായ് രാഹുൽ ബ്രോ, എന്തൊക്കെയുണ്ട്? ഏകദേശം 4 മാസമായല്ലേ? 4 മാസമായി. 2762 കിലോമീറ്റർ ഓടി. അപ്പോൾ ബസ് തന്നെ ചോദിക്കാനുള്ളത്, ഈ ഒരു വണ്ടിന്റെ ഡീറ്റെയിൽസ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഈ റിവ്യൂ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ ആ റിവ്യൂ പോയി കാണുക. എന്തായാലും ഈ ഒരു വണ്ടി എടുത്തതിന് ശേഷം എന്തെങ്കിലും ഈ ഒരു മഴക്കാലത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടോ? മഴക്കാലത്തൊരു നെഗറ്റീവ് എന്ന് പറയാനുള്ളത്, ഇവർക്ക് ലൈറ്റിനൊരു ചെറിയ നിൽക്കലുണ്ടായിരുന്നു. ലൈറ്റിനല്ല, ഒരു ഇൻഡിക്കേറ്റർ ഒന്നും വർക്കായില്ല. ഇൻഡിക്കേറ്റർ പോയി. പിന്നെ ഇപ്പോൾ ഹോണിൻ്റെ ഇപ്പോൾ പോയി. അത് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് മഴ കൊണ്ടായിരിക്കാം. എന്നാലും ഇപ്പോൾ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത് എനിക്കതാണ്. പിന്നെ മഴയത്ത് ഓടിക്കുന്നതിന് അത്ര ഒരു റണ്ണിങ് ഒന്നും പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനത്തെ ലൈറ്റ്, പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു ചെറിയ ഡാമേജസ് ഒക്കെ, ചെറിയ പ്രശ്നങ്ങൾ എന്തായാലും സ്വാഭാവികമായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കമ്പനി ഇത് റേഞ്ച് എത്ര പറയുന്നത്? കമ്പനി 140 കിലോമീറ്റർ കിട്ടുന്നുണ്ടോ? 140 ഒന്നും കിട്ടുന്നില്ല. ഏകദേശം എത്ര? 120 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു കുത്തനുള്ള കയറ്റൊക്കെ കയറ്റിട്ടുണ്ടോ? 2 ആൾക്കാരും 3 ആൾക്കാരും വെച്ച് 3 ആൾക്കാരെ വെച്ച് കയറ്റാനുള്ള സ്പേസ് ഇല്ല. പക്ഷെ 2 ആൾക്കാരെ വെച്ചിട്ട് തെറ്റില്ലാണ്ട് കയറിയിട്ടുണ്ട്. വണ്ടി നിന്ന് പോവാ അങ്ങനെ എന്തെങ്കിലും? ഇല്ല ഇതുവരെ ഒന്നും ഉണ്ടായില്ല. എന്തായാലും ഇവിടെ തൊട്ടടുത്ത് നല്ല കുത്തമുള്ള ഒരു കയറ്റുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കയറ്റിട്ട് വണ്ടി കയറിയിട്ടില്ല. അവിടെ നിന്ന് പോയൊരു സ്ഥലമുണ്ട്. ആ ഒരു സ്പോട്ട് നമ്മൾ എന്തായാലും ഈ ഒരു വണ്ടി കയറ്റും. ഇവിടെ തന്നെ ജസ്റ്റ് ഒരു 400-500 മീറ്റർ മാറിയിട്ടാണ് ഒരു സ്പോട്ട്. അതേ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു വണ്ടി എടുത്തതിന് ശേഷം വേറെ എന്തെങ്കിലും കംപ്ലൈന്റ്, അതായത് സർവീസ് ചെയ്യാൻ പോയിട്ട് അവിടുന്ന് മോശമായിട്ടുള്ള പ്രതികരണം, സർവീസ് നല്ല സർവീസ് ഒക്കെ അല്ലേ? ഏകദേശം 140 കിലോമീറ്റർ റേഞ്ച് പറയുന്ന ഈ ഒരു വണ്ടിക്ക് ഏകദേശം എത്ര റേറ്റ് പറഞ്ഞത്? 1,50,000. 1,50,000 റെഡി പേയ്മെന്റ് ആണോ? റെഡി പേയ്മെന്റ് അല്ല, ഞാൻ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഈ ഒരു സെയിം മോഡൽ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും കമ്പനി ആയിട്ട് കമ്പയർ ചെയ്തിട്ട്? ഇങ്ങനെ ഒരു ഏതറിനാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ഈ ഒരു എൽദോ ബ്രാവോന്റെ മോഡൽ തന്നെ സെയിം ഡിസൈൻ കാര്യങ്ങൾ വേറെ ഏതെങ്കിലും മോഡലിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതേ ഡിസൈൻ ആയിട്ട് കണ്ടിട്ടില്ല. ഈ ഒരു ഡിസൈനിൽ സ്കൂട്ട് 1 എന്ന് പറഞ്ഞ ഒരു മോഡൽ വന്നിട്ടുണ്ട്. എത്ര ഈ ഒരു കണ്ടീഷൻ ആണെന്ന് എനിക്ക് അറിയില്ല. കാരണം ജസ്റ്റ് അത് ഒരു 140 കിലോമീറ്റർ റേഞ്ച് അവകാശപ്പെടുന്നതിന് വെറും 88,000 രൂപയാണ് പറയുന്നത്. പക്ഷേ അത് കറക്റ്റ് അറിയില്ല കേട്ടോ. ഞാൻ പറയാൻ ഇവരുടെ ഡിസൈൻ അത് മഹാരാഷ്ട്ര കമ്പനിയാണ്. അപ്പോൾ അതിന് സത്യത്തിൽ ഈ വണ്ടി ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇതിന്റെ സ്റ്റൈലാണ് ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്തത്. ഇതിന്റെ സ്റ്റൈലിനോടാണ് ഞാൻ സത്യം പറഞ്ഞ ഈ വണ്ടി എടുക്കാൻ. ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും വണ്ടിന്റെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇവിടുന്ന് തന്നെയായിട്ട് ഈ റോഡിൽ തന്നെ ഞാൻ ഓലേന്റെ ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഏതർ ഞാൻ ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം ഞാൻ ടെസ്റ്റ് ഡ്രൈവ് അല്ല, ഒരാളടുത്ത് നിന്ന് മേടിച്ചിട്ട് ചെറുതായിട്ട് ഓടിച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൽ, ഈ മഴക്കാലത്ത് ഈ വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ടോ ഈ വണ്ടി? മുങ്ങിപ്പോകുന്ന വെള്ളത്തിലൊന്നും ഇറക്കിയിട്ടില്ല. ജസ്റ്റ് വെള്ളത്തിലൊക്കെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ടയർ മുങ്ങാൻ മാത്രമുള്ള വെള്ളത്തിൽ ഞാൻ ഇറക്കിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അത്തരം പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വണ്ടി മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഞാൻ ഈ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ വലിയ കുത്തനുള്ള കയറ്റമൊന്നുമല്ല കയറ്റിയത്, നോർമൽ കയറ്റമാണ് കയറ്റിയത്. അപ്പോൾ ഇപ്പം ഇവിടെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു കുത്തനുള്ള കയറ്റമുണ്ട്. ആ ഒരു കയറ്റം കയറുന്നുണ്ടോ എന്നാണ് നമ്മൾ മെയിനായിട്ട് നോക്കാനുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഏകദേശം 300 കിലോമീറ്റർ കിട്ടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അല്ലേ? ബാറ്ററി അഥവാ നിങ്ങൾക്ക് ഈ ബാറ്ററി 2 ബാറ്ററി ഇപ്പൊ ഉള്ള ബാറ്ററി തന്നെ ഒന്നും കൂടി എക്സ്ട്രാ ബാറ്ററി 290 കിലോമീറ്റർ ആണ് അവർ പറയുന്നത്. അത് 290-250 കിലോമീറ്റർ കിട്ടുള്ളൂ. IDC റേഞ്ചാണ് 300 കിലോമീറ്റർ പറയുന്നത്. പക്ഷെ റിയൽ റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 250 കിലോമീറ്റർ കിട്ടുള്ളൂ. ഈ ഒരു ബാറ്ററി തന്നെ ഇപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രാ ഇത് റേഞ്ച് കൂട്ടണമെങ്കിൽ എക്സ്ട്രാ ഇത് തന്നെ ബാറ്ററി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
പക്ഷെ കാരണം ഈ ഒരു ബൂട്ട് സ്പേസ് ഇപ്പൊ കുറഞ്ഞ ബൂട്ട് സ്പേസ് ഉണ്ടല്ലേ, ബൂട്ട് സ്പേസ് നോക്കട്ടെ നമുക്ക്. ഓക്കെ, ഈ ഒരു ബൂട്ട് സ്പേസ് തന്നെ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 300 കിലോമീറ്റർ റേഞ്ച് അവകാശപ്പെടുമ്പോൾ ഇവിടെ തീരെ സ്പേസ് ഉണ്ടാവില്ല. മൊത്തത്തിൽ ബാറ്ററി വരും. ഇതിന്റെ ഡിസൈൻ കാര്യങ്ങൾ നോക്കുമ്പോൾ അടിപൊളി ഡിസൈൻ കാര്യങ്ങളൊക്കെ ആണ്. എൽദോ ബ്രാവോ ആണ് ഇതിന്റെ മോഡൽ. പിന്നെ ഇതിനൊരു നെഗറ്റീവ് എന്താ അറിയോ, നിങ്ങൾ ഈ വണ്ടി നൈറ്റ് ഓടുന്ന ടൈമിന് ഈ ഒരു ലൈറ്റിന്റെ കണ്ണിലേക്ക് അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ഒന്നും വന്നിട്ടുണ്ടോ? ഞാൻ ആരും പറഞ്ഞില്ല, പക്ഷെ ഞാൻ ഇതിനധികം കേട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു കംപ്ലൈന്റ്. ഈ ഒരു ലൈറ്റ് കണ്ണിലേക്ക് അടിച്ചിട്ട് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. മെയിൻ നെഗറ്റീവ് ആണ്. ആൾക്കാർ ഇങ്ങനെ നോക്കലുണ്ട് അതിങ്ങനെ ഒരുപാടായിട്ട്. എന്തായാലും ഈ എൽദോ ബ്രാവോ മോഡല് നമ്മളൊരു കുത്തനുള്ള കയറ്റാൻ പോകുന്നത്. ആ ഒരു കയറ്റം കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. അപ്പോൾ നമ്മളൊരു കുത്തനുള്ള കയറ്റാണ് കയറ്റാൻ പോകുന്നത്. കുത്തന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം ഭാഗമാണ്. ഏകദേശം ഞാൻ എല്ലാ വീടും പറഞ്ഞ മാതിരി ഞാൻ 100 കിലോ ഉണ്ട്. നിങ്ങൾ ഏകദേശം 65 കിലോ അല്ലേ? 67 കിലോ ആണ്. 167 കിലോ ഉണ്ട്. ഈ ഒരു വണ്ടിന്റെ വെയിറ്റ് കപ്പാസിറ്റി പറയുന്നത് 255 കിലോനാണ്. ഈ ഒരു കുത്തനുള്ള കയറ്റം കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വണ്ടി എടുക്കുക. പക്ഷേ പ്രൈസിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലാത്തത്. അപ്പോൾ നമ്മൾ കയറ്റം കയറ്റി നോക്കുക. ഇതിപ്പോൾ ഏത് മോഡലാണ് അപ്പോൾ ഉള്ളത്? പാർക്കിംഗ് ബ്രേക്ക് പിടിച്ച് ഇതാക്കുമ്പോൾ ഇപ്പോൾ റെഡി ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഓടിക്കല്ലേ, ഈ ഒരു കയറ്റം കയറ്റി വെക്കല്ലേ. അടിപൊളി കയറ്റാട്ടോ, കുത്തനുള്ള കയറ്റാണ്. ഓക്കെ, മോഡ് ഏതാ മറ്റാ? ഇങ്ങോട്ടാ? അല്ല, ആ റെഡിന്റെ താഴത്തല്ല, എസ്. അതാ അത്. എസ്സോ? ആ താഴത്തെ ഞെക്ക് നക്കി അതിനൊക്കെയാ പോവും. കിട്ടുന്നില്ല. ഡ്രൈവ് മോഡിലാണ് ഇപ്പോൾ വന്നത്. ഇനി മോഡ് മാറ്റി നമുക്ക് വന്ന് നോക്കാം. നിങ്ങളൊന്ന് വണ്ടി ഓടിക്കും. കയറ്റം കയറാതെ ഈ വണ്ടി നമ്മൾ പോവില്ല. എന്തൊറ്റി നിങ്ങൾ സിംഗിളായിട്ടൊന്ന് വണ്ടി കയറ്റി നോക്കി. സിംഗിളായിട്ടൊന്ന് വണ്ടി കയറിട്ട് നോക്കി. നിങ്ങൾ എന്തായാലും സിംഗിൾ കയറി. ഡബിൾ വെച്ചിട്ട് ഈ കുത്തനുള്ള കയറ്റം വണ്ടി കയറിയിട്ടില്ല. ഇനി മൂപ്പര് സിംഗിളായിട്ട് വരാൻ പോവാണ്. കാരണം ഏറ്റവും വലിയ ടോപ്പ് കയറ്റാണ് ഈ ഒരു കയറ്റം. കാരണം അധികം വണ്ടി ഞാൻ ഇവിടുന്ന് റിവ്യൂ ചെയ്തിട്ടുള്ളത്. പുള്ളി ഒറ്റയ്ക്ക് വരട്ടെ, അത് നോക്കാം കയറോ ഇല്ലയെന്ന്. നമ്മളെ വണ്ടി വരുന്നുണ്ട്. പുള്ളി ഒറ്റക്കാണ്, 65 കിലോനാണ്. വണ്ടി കയറാൻ നോക്കട്ടെ. 65 കിലോ കറക്റ്റ് കയറി പോകുന്നുണ്ട്. പക്ഷെ നമ്മളൊരു 165 കിലോ കയറിയപ്പോൾ വണ്ടി കയറുന്നില്ല. ഈ ഒരു ടേണിംഗ് പോയിന്റിൽ നിന്നാണ് വണ്ടി നിന്നത്. അപ്പോൾ മോഡ് മാറുന്നില്ല അല്ലേ? കാരണം ഈ ഒരു കയറ്റത്തിൽ ഡ്രൈവ് മോഡിൽ നിന്ന് വന്നിട്ട് മോഡ് ചേഞ്ച് ആവുന്നില്ല, ഓട്ടോമാറ്റിക് മോഡ് ചേഞ്ച് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എൽദോ ബ്രാവോന്റെ ഡീറ്റെയിൽസ് റിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. മോഡിന്റെ കംപ്ലൈന്റ് ആയതാണോ ഇപ്പൊ ഇത് പോയല്ലോ. ഈ വണ്ടിക്ക് സർവീസിന്റെ ഒരു ടൈം ആയിട്ടുണ്ട്. എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ട് സർവീസ് ചെയ്തിട്ടില്ല. വണ്ടിന്റെ കംപ്ലൈന്റ് അല്ല, വണ്ടിന്റെ കംപ്ലൈന്റ് ആയിട്ട് ഞാൻ സമ്മതിക്കൂല. മറ്റൊരു സത്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഒന്നാമത് അധികം വണ്ടിന്റെ റിവ്യൂ ഈ ഒരു ഭാഗത്തു നിന്നാണ്, ഈ ഒരു കുത്തനുള്ള കയറ്റാണ് ഞാൻ മെയിൻ ആയിട്ട് ചെയ്യാറുള്ളത്. ഇതിപ്പോ ഞാൻ സിംഗിൾ ആയിട്ട് കയറിപ്പോയത് ഡ്രൈവ് മോഡിലാണ്, നോർമൽ മോഡിലാണ് ഞാനിപ്പോ ഇത്. അത് വേറെ കാര്യമുണ്ട്. നിങ്ങൾ എത്ര വെയിറ്റ് ഉണ്ട്? ഞാൻ 67 കിലോന് 255 കിലോനാണ് ഇതിന്റെ വെയിറ്റ് കപ്പാസിറ്റി പറയുന്നത്. പക്ഷെ 165 വെയിറ്റ് വന്നപ്പോൾ തന്നെ ഇതിന്റെ പകുതിക്കൽ വെച്ച് വണ്ടി. പക്ഷെ സ്പോർട്ടിലേക്ക് പോയിട്ടില്ല. സ്പോർട്സിലേക്ക് പോകുന്ന ഒരു ചേഞ്ചിന്റെ മോഡിന്റെ കംപ്ലൈന്റ് ഉണ്ട്. നല്ല ടൈമിനാണ് വണ്ടിക്ക് കംപ്ലൈന്റ്. അപ്പോൾ എന്തായാലും എൽദോ ബ്രാവോന്റെ ഒരു കയറ്റം കയറ്റുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ട് വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് നിങ്ങളെ തേടി എത്തുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിൽ ഈ ഒരു പുതിയ ചെറിയ ചെക്കന്മാരൊക്കെ പുതിയ ആശയങ്ങൾ ഒരുപാട് കണ്ടുപിടിക്കുന്നുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുക. അതിൽ വിളിച്ച് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഡീറ്റെയിൽസ് വീഡിയോ തന്നെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്. വണ്ടിൻ്റെ കംപ്ലൈൻറ്റ് അല്ല അങ്ങനല്ല അല്ലേ? മോഡ് മാറാത്ത പ്രശ്നമല്ലേ? ഓക്കെ.